അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പഠിതാക്കളെ, സൂറത്തു സുഖ്റുഫ് തുടരുകയാണ്. ഇന്ന് 26 മുതൽ 30 വരെയുള്ള ആയത്തുകൾ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും പാരായണം ശ്രദ്ധിച്ച് പരിശീലിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال إبراهيم لأبيه وقومه إنني براء مما تعبدون. إلا الذي فطرني فإنه سيهدين. وجعلها كلمة باقية في عقبه لعلهم يرجعون. بل متعت هؤلاء وآباءهم حتى جاءهم الحق ورسول مبين. ولما جاءهم الحق قالوا هذا سحر وإنا به كافرون. ഇപ്പോൾ ഈ കഴിഞ്ഞ ആയത്തുകൾ 25 വരെയുള്ള ആയത്തുകളിൽ, കുറേ അധികം ആയത്തുകളിൽ അള്ളാഹു പുത്രന്മാരെയോ പുത്രിമാരെയോ ഒക്കെ സ്വീകരിച്ചു എന്ന വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് ഒരുപാട് തെളിവുകൾ, ന്യായങ്ങൾ അള്ളാഹു നിരത്തുകയുണ്ടായി. മക്കാ മുശ്രിക്കുകൾ അങ്ങനത്തെ വിശ്വാസക്കാരാണ്. ജൂതന്മാർ അള്ളാഹുവിന് പുത്രനുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. ക്രൈസ്തവർ അള്ളാഹുവിന് പുത്രനുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. മക്കാ മുശ്രിക്കുകളാണെങ്കിൽ അള്ളാഹുവിന് പുത്രിമാരുണ്ട് ധാരാളം എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇതിനെല്ലാം അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം അള്ളാഹു തകർത്ത് കളയുകയാണ് മുൻകഴിഞ്ഞ ആയത്തുകളിലൂടെ. സ്ത്രീകളെ, പെൺകുട്ടികളെയാണ് അള്ളാഹു മലക്കുകളായി വെച്ചിട്ടുള്ളത് എന്നുള്ളതിനൊക്കെ ഒരുപാട് തെളിവുകൾ നിരത്തിക്കൊണ്ട്, ബുദ്ധിപരമായ ന്യായങ്ങൾ നിരത്തിക്കൊണ്ട് അള്ളാഹു ആ വാദത്തെ തകർത്ത് കളഞ്ഞതാണ് നമ്മൾ നേരത്തെ കണ്ടത്. മക്കാ മുശ്രിക്കുകൾക്ക് പറയാനുള്ളത്, ആകപ്പാടെ പറയാനുള്ളത്, പൂർവ്വപിതാക്കളെ അവർ അനുകരിക്കുന്നു എന്നാണ്. മുൻഗാമികളായ അവരുടെ പിതാക്കന്മാരായ അല്ലെങ്കിൽ അവരുടെ മുൻ തലമുറകളിൽ നിന്ന് എന്താണോ അവർക്ക് പകർന്നു കിട്ടിയത് അതവർ അംഗീകരിച്ച് ജീവിക്കുന്നു. അല്ലാതെ മറ്റു തെളിവുകളൊന്നും അവർക്ക് ആവശ്യമില്ല, ന്യായങ്ങളൊന്നും ആവശ്യമില്ല എന്നാണ് അവസാനമായിട്ട് അവർക്ക് പറയാനുണ്ടായിരുന്ന ന്യായം. അപ്പോൾ ഇവിടെ അള്ളാഹു അതിനുള്ള മറ്റ് ചില കാര്യങ്ങളും കൂടിയാണ്, മറ്റ്
ചില മറുപടിയും കൂടിയാണ് ഇനിയുള്ള ആയത്തിൽ അള്ളാഹു അവർക്ക് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ അറബികളുടെ മക്കാമുശിരിക്കുകളായ അറബികളുടെ പൂർവ്വപിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജറിനെ വിവാഹം കഴിച്ച് മക്കയിൽ താമസമാക്കി. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മക്കയിൽ താമസിപ്പിച്ചു. പിന്നീട് ഹാജറിൻ്റെയൊക്കെ അനുവാദത്തോടു കൂടെ മറ്റു ചില വിഭാഗങ്ങൾ അറേബ്യ രാജ്യത്ത് വന്ന് താമസമാക്കി. അങ്ങനെ അവരിൽ നിന്ന് ഉടലെടുത്തവരാണ് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഹാജറ ഇസ്മായിൽ അലൈഹിസ്സലാം. ഇവരുടെയൊക്കെ പിൻതലമുറയാണ് യഥാർത്ഥത്തിൽ അറബികൾ. ഇബ്രാഹിം നബിയുടെ മക്കളായ ഇസ്ഹാഖ് നബിയുടെയും ഇസ്മായിൽ നബിയുടെയും പരമ്പരകളാണ് പിന്നീടുണ്ടായത്. അതിൽ ഇസ്ഹാഖ് നബിയുടെ പരമ്പരയാണ് ജൂതന്മാർ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പരമ്പരയാണ് അറബികൾ. അപ്പോൾ അറബികൾ പറയുന്നത്, ഞങ്ങളുടെ പൂർവ്വപിതാക്കളെ അനുകരിച്ചുകൊണ്ട് ഞങ്ങൾ നേർമാർഗത്തിലേക്കൊള്ളാം, അവരുടെ കാലടികളെ ഞങ്ങൾ പിന്തുടർന്നുകൊണ്ട് ഞങ്ങൾ സത്യത്തിലേക്ക് എത്തിപ്പെട്ടുകൊള്ളും എന്നൊക്കെയുള്ള വാദമാണല്ലോ പറയുന്നത്. അപ്പോൾ അള്ളാഹു അവരോട് പറയുന്നത് എന്താണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണല്ലോ നിങ്ങളുടെ പൂർവ്വപിതാവ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ പിതാവിനെ അനുകരിച്ച വ്യക്തിയായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള നിയമങ്ങളെ അനുസരിച്ച വ്യക്തിയായിരുന്നില്ല. ആരാധനാപരമായ കാര്യങ്ങളിൽ നാട്ടുനടപ്പ് അംഗീകരിച്ച വ്യക്തിയായിരുന്നില്ല. എന്തിനേറെ സ്വന്തം പിതാവിൻ്റെ അഭിപ്രായം പോലും മാനിച്ച വ്യക്തിയായിരുന്നില്ല ആരാധനാപരമായ കാര്യത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അങ്ങനെ നിങ്ങൾ പിതാക്കളിലൂടെയാണ് ഞങ്ങൾക്കത് വന്നു കിട്ടിയത് എന്ന് നിങ്ങൾ വാദിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലേ? ആ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ജീവചരിത്രം നിങ്ങളൊന്ന് പഠിച്ചു നോക്കിക്കോളൂ. എന്തായിരുന്നു അദ്ദേഹം തൗഹീദിൻ്റെ മേഖലയിൽ അദ്ദേഹം നിഷ്കർഷിച്ച കാര്യം? എന്തായിരുന്നു തൗഹീദിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിന് നിലപാട്? ഇതാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. 26-ാമത്തെ ആയത്ത്. 26-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കാം. وَإِذْ قَالَ إِبْرَاهِيمُ لِأَبِيهِ وَقَوْمِهِ إِنَّنِي بَرَاءٌ مِّمَّا تَعْبُدُونَ. وَإِذْ قَالَ, പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കുക. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സന്ദർഭം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സന്ദർഭത്തെ നിങ്ങൾ ഓർത്തുകൊള്ളുക എന്നർത്ഥത്തിലാണ്. ഇത് പ്രയോഗിക്കുന്നതൊക്കെ അതേ അർത്ഥത്തിലാണ്. ആ സമയം നിങ്ങൾ ഓർക്കുക, അല്ലെങ്കിൽ ആ സംഭവം നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഈ സന്ദർഭം നിങ്ങൾ ഓർക്കുക. ഏത് സന്ദർഭം? കാല ഇബ്രാഹിം പറഞ്ഞ ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പോൾ ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കുക. ലി അബീഹി, തൻ്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം. വ ഖൗമിഹി, തൻ്റെ ജനതയോടും അദ്ദേഹം പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കുക. ഇന്നനി, തീർച്ചയായും ഞാൻ, ബറാഉൻ, ഒഴിവായവനാകുന്നു, മിമ്മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നവയിൽ നിന്ന് ഞാൻ തീർച്ചയായും ഒഴിവായവൻ ആകുന്നു. നിങ്ങൾ ആരാധിക്കുന്ന പല ആരാധ്യ വസ്തുക്കളുമുണ്ടല്ലോ, അവയ്ക്കുള്ള ആരാധനയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു നിൽക്കുന്നവനാണ്. ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നത്. തുടർന്ന് പറയുന്നത്, ഇല്ലല്ലദീ ഫതറനി ഫഇന്നഹു സയഹ്ദീൻ. ഇല്ലല്ലദീ, ഒരുവനെ ഒഴിച്ച്, ഫതറനി, എന്നെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, ഫഇന്നഹു, തീർച്ചയായും അവൻ, സയഹ്ദീനി, എന്നെ അവൻ സന്മാർഗത്തിലാക്കും, അഥവാ എനിക്ക് മാർഗദർശനം അവൻ നൽകും. അങ്ങനെയുള്ള ഒരുത്തനെ അല്ലാതെ മറ്റ് നിങ്ങൾ ആരാധിക്കുന്ന എല്ലാ ആരാധ്യ വസ്തുക്കളെയും ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പിതാവിനോടും തൻ്റെ ജനതയോടും പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണം. ഇതാണ് ഈ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ പിതാക്കളുടെ പിന്നാലെ നിങ്ങൾ സന്മാർഗത്തിലാവുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിന്തുടരേണ്ടത് നിങ്ങളുടെ ഏറ്റവും വലിയ പിതാവായ, ഏറ്റവും ആദരണീയനായ പിതാവായ, ഇന്നും നിങ്ങൾ ഇബ്രാഹിമിൻ്റെ മില്ലത്താണ്, ഇബ്രാഹിം നബിയുടെ മില്ലത്തനുസരിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്, ഇബ്രാഹിം മതത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് അവകാശപ്പെടുന്നവരാണല്ലോ മക്കാ മുശ്രിക്കുകൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇബ്രാഹിമിൻ്റെ മാതൃകയല്ലേ നിങ്ങൾ പിന്തുടരേണ്ടത്. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ ഓർത്തു നോക്കൂ. ആ ഇബ്രാഹിം അലൈഹിസ്സലാം
തൻ്റെ പിതാവിനോടും തൻ്റെ ജനതയോടും പറഞ്ഞു, നിങ്ങൾ ആരാധിക്കുന്ന ഈ ആരാധ്യ വസ്തുക്കളിൽ നിന്നെല്ലാം ഞാൻ വിട്ടുനിൽക്കുന്നവനാകുന്നു, അതിനെയെല്ലാം ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. ഏത് ഏകനായ അള്ളാഹു അല്ലാതെ എന്നെ സൃഷ്ടിച്ച, എനിക്ക് നേർമാർഗം കാണിച്ചു തരുന്ന എൻ്റെ റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹു അല്ലാതെ മറ്റുള്ള എല്ലാ ആരാധ്യ വസ്തുക്കളിൽ നിന്നും ഞാനിതാ വിട്ടുനിന്നിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ? നിങ്ങളെ വല്യുപ്പ പറഞ്ഞില്ലേ? നിങ്ങളെ ഏറ്റവും വലിയ പിതാവ് പറഞ്ഞില്ലേ? നിങ്ങൾ എന്തുകൊണ്ടത് സ്വീകരിക്കുന്നില്ല? തെളിവുകളും ന്യായങ്ങളുമല്ല നിങ്ങൾ അംഗീകരിക്കുന്നത്. നിങ്ങൾ വെറും തഖ്ലീദ്, വെറും പാരമ്പര്യ വിശ്വാസം വെച്ച് പുലർത്തി അനുകരിച്ച് മുമ്പോട്ട് പോവുക മാത്രമാണ് ചെയ്യുന്നത്. അത് ശരിയല്ലല്ലോ എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. തുടർന്ന് അള്ളാഹു പറയാണ്, وَجَعَلَهَا كَلِمَةً بَاقِيَةً فِي عَقِبِهِ لَعَلَّهُمْ يَرْجِعُونَ. വജഅലഹ അതിനെ അവൻ ആക്കി, ജഅല ആക്കി, ഹ അതിനെ, വജഅലഹ അതിനെ ആക്കി, കലിമത്തൻ ഒരു വാക്യമാക്കി, ഒരു വചനമാക്കി, ബാക്കിയത്തൻ അവശേഷിക്കുന്ന വചനമാക്കി. അതായത് കലിമത്തു തൗഹീദിനെ, തൗഹീദിൻ്റെ പ്രഖ്യാപനത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കലിമത്തൻ ബാക്കിയത്തൻ എന്നെന്നും നിലനിൽക്കുന്ന ഒരു കലിമത്ത്, ഒരു വചനമാക്കി, ഫി അഖിബിഹി അദ്ദേഹത്തിൻ്റെ ശേഷം, ലഅല്ലഹും യർജിഊൻ അവർ മടങ്ങിയേക്കാമല്ലോ. ഈ ശിർക്കിൽ വിശ്വസിച്ച് ശിർക്ക് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ബഹുദൈവ വിശ്വാസികൾ മടങ്ങിയേക്കാമല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ കാലത്ത് അങ്ങനെയാണല്ലോ, മുശ്രിക്കുകളാണല്ലോ, സ്വന്തം പിതാവ് തന്നെയും വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽപ്പന നടത്തി ജീവിക്കുകയാണ്. ആ വീട്ടിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിക്കുന്നത്, വളരുന്നത്. ആസറിൻ്റെ മകനായിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളരുന്നത്. തൻ്റെ പിതാവ് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അവയ്ക്ക് ആരാധന അർപ്പിക്കുന്നതോടൊപ്പം അതിനെ വിറ്റ് ഉപജീവനം നടത്തുന്ന വ്യക്തിയായിരുന്നു. ആ പിതാവിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്, എൻ്റെ പൊന്നുപ്പ, നിങ്ങൾ എന്തിനാണ് ഈ വിഗ്രഹത്തെ ആരാധിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഈ പ്രതിഷ്ഠകളെ ആരാധിക്കുന്നത്? അവയ്ക്ക് എന്തെങ്കിലും ഒരു ഉപകാരം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്കൊരു ഉപദ്രവം ചെയ്യാനും അത് അവരെ കൊണ്ട് സാധ്യമല്ല എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ കൊത്തി ഉണ്ടാക്കുന്ന ചില വസ്തുക്കളല്ലേ ഇത് എന്നൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പിതാവിനോട് പറഞ്ഞ് പിതാവിനെ ഉപദേശിച്ചു. അള്ളാഹുവിങ്കിൽ നിന്ന് എനിക്ക് മാർഗദർശനം വന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പിശാചിൻ്റെ വലയിൽപ്പെട്ടു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങളങ്ങനെ ചെയ്യല്ലേ. പിശാച് പരമകാരുണികനായ റബ്ബിനോട് അശേഷം നന്ദിയില്ലാത്തവനാണ്. അതുകൊണ്ട് നിങ്ങൾ ആ പിശാചിനെ പിന്തുടരില്ലേ. ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നുള്ള കാര്യം സ്വന്തം പിതാവിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളരെ ധൈര്യസമേതം വിശദീകരിച്ചു, പഠിപ്പിച്ചു കൊടുത്തു, പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തെ ജഅലഹ, ആ പ്രഖ്യാപനത്തെ അല്ലെങ്കിൽ ആ കലിമത്തു തൗഹീദിനെ കലിമത്തൻ ബാഖിയത്തൻ ഫി അഖിബിഹി എന്നാ പറഞ്ഞത്. ഏത്? പിൻതലമുറയിൽ കാലാകാലവും നിലനിൽക്കുന്ന വിധത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആക്കി, അല്ലെങ്കിൽ അള്ളാഹു ആക്കി. ഇവിടെ ജഅല എന്നുള്ളത് ആരാക്കി, അതിൻ്റെ ഫാഇൽ ആരാണ്, അതിൻ്റെ കർത്താവ് ആരാണ്? അത് അള്ളാഹു അങ്ങനെ ആക്കി എന്നും മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അതല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെ ആക്കി എന്നും മുഫസ്സിറുകൾ പറയുന്നുണ്ട്. രണ്ടായാലും അർത്ഥത്തിൽ വ്യത്യാസമൊന്നുമില്ല. ഒന്നുകിൽ ഈ കലിമത്തു തൗഹീദ് എക്കാലവും നിലനിൽക്കുന്ന രൂപത്തിൽ അള്ളാഹു ഈ ലോകത്ത് നിലനിർത്തി. അല്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് തൻ്റെ പിൻതലമുറകൾക്ക് പകർന്നു നൽകി. ഇബ്രാഹിം നബി, ഇസ്മായിൽ, യാക്കൂബ് അലൈഹിസ്സലാം തുടങ്ങി പിന്മുറക്കാർക്ക് പിൻതലമുറകളിലേക്ക് ഈ തൗഹീദ് പകർന്നു നൽകി. അവർക്കൊക്കെ വസിയത്ത് ചെയ്തു കൊടുത്തു. മരണ ആസന്നമായ സമയത്ത് പോലും മക്കളെ വിളിച്ചുകൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞ ഉപദേശം, വസിയത്തൊക്കെ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾ എനിക്ക് ശേഷം, എൻ്റെ കാലശേഷം എന്തിനെയാണ് ആരാധിക്കുക, ആരെയാണ് ആരാധിക്കുക? അവർ പറഞ്ഞു, ഞങ്ങൾ നിൻ്റെ ആരാധ്യം നിൻ്റെ പിതാവിൻ്റെ ഇബ്രാഹിം, ഇസ്മായിൽ തുടങ്ങിയവരുടെ പിതാക്കളെ അല്ല, അവരുടെ റബ്ബിനെ, ആരാധ്യനെ, അവനെ തന്നെ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, അവന് ഞങ്ങൾ കീഴ്പ്പെട്ടവരാണ് എന്നൊക്കെ അവർ ആ പ്രവാചകൻ്റെ മുമ്പിൽ മരണസമയത്ത് പോലും, വസിയത്തിൻ്റെ സമയത്ത് പോലും അവർ മറുപടി പറഞ്ഞു. അങ്ങനെ പിൽക്കാലത്ത് നിലനിൽക്കുന്ന വിധത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ തൗഹീദിൻ്റെ പ്രഖ്യാപനത്തെ അങ്ങനെയാക്കി അവിടെ നിലനിർത്തി, മാറ്റി നിർത്തി. അങ്ങനെ ആക്കി ഇതവിടെ ഓർമ്മപ്പെടുത്തുന്നത്. തുടർന്ന് 29-ാമത്തെ ആയത്ത്, ബൽ മത്തഅത ഹഉലാഇ വആബാഅഹും
ഹത്താ ജാഅഹുമുൽ ഹഖ് വറസൂലും മുബീൻ. ബൽ എന്നാൽ മത്തഅ്തു ഞാൻ ആസ്വദിപ്പിച്ചു, ഹാ ഉലായി ഇവരെ ഞാൻ ആസ്വദിപ്പിച്ചു, വ ആബാഅഹും അവരുടെ പിതാക്കളെയും ആസ്വദിപ്പിച്ചു. ജീവിത വിഭവങ്ങൾ, സുഖലോലുപത, അങ്ങനെ തുടങ്ങിയിട്ട് ദുനിയാവ് എല്ലാം ഞാൻ അവരെ ആസ്വദിപ്പിച്ചു. അള്ളാഹു പറയാണ്, ഞാൻ അവർക്ക് ജീവിതത്തിലേക്ക് ആവശ്യമായ സർവ്വ വിഭവങ്ങളും നൽകി അവരെ ആസ്വദിപ്പിച്ചു. അവർക്ക് മാത്രമല്ല, അവരുടെ പിതാക്കൾക്കും. ഹത്താ ജാഅഹുമുൽ ഹഖ്, അങ്ങനെ അവരിലേക്ക് യാഥാർത്ഥ്യം വന്നെത്തി, സത്യമായത് വന്നെത്തി. അതായത് വിശുദ്ധ ഖുർആൻ അവരിൽ എത്തിച്ചേർന്നു. ഒരു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ തലമുറകൾ, പിൻതലമുറകളായ അറബികളിൽ വിശുദ്ധ ഖുർആനായ സത്യം ഹത്താ ജാഅഹും അവരുടെ അടുക്കൽ വന്നെത്തുവോളം അൽ ഹഖ് യാഥാർത്ഥ്യം, അതായത് വിശുദ്ധ ഖുർആൻ, അത്ര വരെ അവർക്ക് വേണ്ട ജീവിത വിഭവങ്ങളൊക്കെയും നൽകി. വറസൂലുൻ ഒരു പ്രവാചകനും അവരിൽ എത്തുന്നത് വരെ, മുബീൻ സ്പഷ്ടമായ ഒരു പ്രവാചകൻ, വ്യക്തമായി ജനങ്ങൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ നമ്മൾ നിയമിക്കുന്നുവോളം, ആ പ്രവാചകന് വിശുദ്ധ ഖുർആൻ നാം അവതരിപ്പിച്ചു കൊടുക്കുവോളം ഈ അറബികൾക്ക്, ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പിൻതലമുറകൾക്ക് നാം ജീവിതാനുഭവങ്ങൾ, ജീവിത വിഭവങ്ങൾ നൽകി നമ്മൾ അവരെ ആസ്വദിപ്പിച്ചു. അള്ളാഹു പറയുകയാണ്, ഞാൻ അവരെ ആസ്വദിപ്പിച്ചു. അതാണ് നമ്മൾ കണ്ടത് പിൽക്കാലത്ത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആ തൗഹീദ് ഒരിക്കൽ കൂടെ കറകളഞ്ഞ വിധത്തിൽ ആ നാട്ടിൽ നിലവിൽ വന്നു. മക്കായിലും മദീനായിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ തൗഹീദിൻ്റെ സന്ദേശവാഹകരായിട്ട് ലക്ഷങ്ങൾ അവിടുന്ന് അത് ഏറ്റെടുത്തു. അങ്ങനെ തൗഹീദിൻ്റെ പ്രചാരകരായി മാറിയ ഒരു സമൂഹമായി അവർ. തുടർന്നുള്ള പറയുക 30-ാമത്തെ ആയത്ത്, വലമ്മാ ജാഅഹുമുൽ ഹഖ് ഖാലൂ ഹാദാ സിഹ്റുൻ വഇന്നാ ബിഹി കാഫിറൂൻ. വലമ്മ ജാഅഹും അവർക്ക് വന്നപ്പോൾ, വന്നു, ലമ്മ ജാഅ വന്നപ്പോൾ, ഹും അവർക്ക്, അൽ ഹഖ് യാഥാർത്ഥ്യം വന്നപ്പോൾ, സത്യമായ വേദഗ്രന്ഥം അവർക്ക് വന്നപ്പോൾ, അതായത് വിശുദ്ധ ഖുർആൻ വന്നപ്പോൾ, ഖാലു അവർ പറഞ്ഞു, ഹാദാ ഇത് സിഹ്റുൻ ഇതൊരു സിഹർ മാത്രമാകുന്നു, ഇതൊരു ജാലവിദ്യയാകുന്നു. സിഹർ ഇവിടെ അർത്ഥം ജാലവിദ്യ, മരണം എന്നർത്ഥത്തിൽ സിഹർ പ്രയോഗിക്കാറുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ജാലവിദ്യ. ഇതൊരു ജാലവിദ്യ മാത്രമാകുന്നു. ഹാദാ സിഹ്റുൻ ഇതൊരു ജാലവിദ്യയാകുന്നു. വ ഇന്നാ തീർച്ചയായും ഞങ്ങൾ ബിഹി ഇതിൽ കാഫിറൂൻ നിഷേധികളുമാകുന്നു, അല്ലെങ്കിൽ അവിശ്വസിക്കുന്നവരുമാകുന്നു. അപ്പോൾ മക്കാ മുശ്രിക്കുകൾ അവരിങ്ങനെ പറഞ്ഞു, അവർ നേരത്തെ അവകാശപ്പെട്ടിരുന്നു, ഞങ്ങളിലൊരു പ്രവാചകൻ വരാനുണ്ട്, ഞങ്ങളിലൊരു പ്രവാചകൻ വരും. ജൂതന്മാരൊക്കെ വളരെ അവകാശപ്പെട്ടിരുന്നതാണ്. ആ പ്രവാചകൻ, അന്തിമ പ്രവാചകൻ വരും, ആ പ്രവാചകനെ കൊണ്ട് ഞങ്ങൾ ലോകത്ത് ജയിച്ചടക്കും, എല്ലാവരെയും ഞങ്ങൾ പരാജയപ്പെടുത്തും, ഞങ്ങൾക്ക് വരാനുണ്ട് പ്രവാചകൻ എന്ന് അവകാശപ്പെട്ടവരായിരുന്നു തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും ആൾക്കാർ. അവരിൽ കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടല്ലോ, മക്കാ മുശ്രിക്കുകളുടെ കൂട്ടത്തിലും ആ തൗറാത്തും ഇഞ്ചീലുമൊക്കെ എങ്ങനെ ഓതിപ്പഠിച്ചവരും കേട്ട് പഠിച്ചവരുമൊക്കെ കുറച്ചൊക്കെ അവരുടെ ഇടയിലുണ്ട്. അതിൻ്റെ പിന്തുടർച്ചക്കാരായിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പിൻഗാമികളായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. വിരളമാണെങ്കിലും അങ്ങനെ വേദഗ്രന്ഥത്തെപ്പറ്റി വിവരമുള്ളവർ കുറച്ചൊക്കെ അവിടെ ഉണ്ട്. അവരംഗീകരിക്കുന്നുണ്ട്, ഒരു പ്രവാചകൻ വരാനുള്ള സമയമായിട്ടുണ്ട്, എല്ലാ അടയാളങ്ങളും ഒത്തിണങ്ങിയിട്ടുണ്ട്. പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറബികളിൽ നിന്ന്, നിരക്ഷരരായ ജനങ്ങളിൽ നിന്ന് നിരക്ഷരനായ ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചു. ഇസ്മായിൽ സന്തതികളിൽ നിന്നൊരു പ്രവാചകനെ അള്ളാഹു നിയമിച്ചു. ആ പ്രവാചകൻ വന്നു, വിശുദ്ധ ഖുർആനും അള്ളാഹു അദ്ദേഹത്തിന് നൽകി. അതിൻ്റെ ആയത്തുകൾ ഓരോന്നും ഓതി കേൾപ്പിക്കുന്ന സമയത്ത് ആ മക്കാ മുശ്രിക്കുകൾ പറഞ്ഞു, ഇതൊരു ജാലവിദ്യ മാത്രമാകുന്നു, ഇത് വിശ്വസിക്കാനൊന്നും ഞങ്ങളെ കിട്ടൂല, ഞങ്ങളിതൊന്നും അവിശ്വസിക്കുകയാണ്, ഇതിലൊന്നും ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്തിരിഞ്ഞു പോയി. പക്ഷേ അള്ളാഹു അത് വിജയിപ്പിച്ചു, ലോകത്ത് നിലനിർത്തി.
എണ്ണിയാലൊടുങ്ങാത്ത മുസ്ലിം ജനങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. അതിൽ പ്രയാസപ്പെടുന്നവരുണ്ട്, സുഖമായി ജീവിക്കുന്നവരുണ്ട്, വ്യത്യസ്ത തലത്തിലുള്ളവരുണ്ട്, വ്യത്യസ്ത ദേശക്കാരുണ്ട്, ഭാഷക്കാരുണ്ട്, വർണ്ണങ്ങളുള്ളവരുണ്ട്, തൊലി വെളുത്തവനുണ്ട്, കറുത്തവനുണ്ട്, പലരുമുണ്ട്. ഏതൊക്കെ ജനവിഭാഗം ലോകത്തുണ്ടോ അവിടെയൊക്കെ ഇസ്ലാം എത്തി, തൗഹീദ് എത്തി. അള്ളാഹു അത് വിജയിപ്പിച്ചു. എന്നിട്ടും ആ മക്ക മുശ്രിക്കുകൾ പറഞ്ഞു ഒരു ജാലവിദ്യ, ഒരു കൺകെട്ട് വിദ്യ മാത്രമാണ് എന്ന് പറഞ്ഞു. നഊദുബില്ലാ. അള്ളാഹുവിൽ അഭയം. നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുക, തൗഹീദ് ഉൾക്കൊള്ളുക, അതനുസരിച്ച് ജീവിക്കാൻ, വിശുദ്ധ ഖുർആൻ പഠിച്ചതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.